ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖം നേടാനുള്ള ഒരു യാത്രയല്ല ജീവിതം. മാറി മറിഞ്ഞു വരുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും സ്വാഭാവികമായി നാം മനസ്സിലാക്കുന്ന ജീവിത പാഠങ്ങൾ നമുക്ക് ജീവിതത്തെ കുറിച്ചുള്ള അറിവുകൾ നൽകുന്നു. ഈ അറിവ് നേടാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാവുന്നത്. അതായത് ഈ അറിവ് തരുന്ന ഗുരുക്കന്മാരാണ് യഥാർത്ഥത്തിൽ സുഖവും ദുഃഖവും. ഈ അനുഭവങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ യാതൊരു മറയുമില്ലാതെ നമ്മളിലേക്ക് എത്തിക്കും. ഓരോ സുഖവും ദുഃഖവും നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളിൽ ചില ആശയങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കും. ഈ ആശയങ്ങളും അഭിപ്രായങ്ങളും കാലക്രമത്തിൽ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ കൂടുതൽ കൂടുതൽ ശക്തമായി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന അഭിപ്രായങ്ങളും അനുമാനങ്ങളുമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഒരേ സുഖദുഃഖങ്ങളിൽ കൂടി കടന്നു പോയത് കൊണ്ട് രണ്ടുപേർക്ക് ഒരേ സംസ്കാരം ഉണ്ടാവുകയില്ല. അവ ഓരോരുത്തരിലും വ്യത്യസ്തമായ സംസ്കാരമാണ് ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി, വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടി വീണു എന്ന് വിചാരിക്കുക. ഈ സന്ദർഭത്തിൽ ഒരാൾ ചിന്തിക്കുക, ഈ കല്ല് ഇവിടെ കൊണ്ടിട്ട വ്യക്തിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നായിരിക്കും. എന്നാൽ വേറൊരാൾ ചിന്തിക്കുന്നത്, താൻ കുറച്ചുകൂടി ശ്രദ്ധയോടെ നടന്നിരുന്നെങ്കിൽ ഈ കല്ല് നേരത്തെ കാണാമായിരുന്നു, അങ്ങനെയെങ്കിൽ മാറി നടക്കാമായിരുന്നല്ലോ, തന്റെ അശ്രദ്ധയാണ് ഇതിനെല്ലാം കാരണം എന്നായിരിക്കും. എന്നാൽ മൂന്നാമതൊരാൾ ചിന്തിക്കുന്നത്, തന്റെ അശ്രദ്ധയാണ് ഇതിനെല്ലാം കാരണം, താൻ ഇനിയും ശ്രദ്ധിക്കണം, എന്നാലും കല്ല് കൊണ്ടിട്ടയാൾ ചെയ്തത് ശരിയായില്ല, അയാളെ അങ്ങനെ വിട്ടാലും പറ്റില്ല എന്നായിരിക്കും. ഈ അഭിപ്രായങ്ങൾ പോലും അതുവരെ നമ്മളിൽ ഉണ്ടായിരുന്ന സംസ്കാരത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.